പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 18-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഇതാണ്: യേശുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരല്ല നമ്മൾ, മറിച്ച് യേശുവിനെ പ്രഘോഷിക്കാൻ, സാക്ഷ്യ ജീവിതം നയിക്കാൻ, മറ്റുള്ളവരോട് യേശുവാണ് ഏക രക്ഷകൻ എന്ന് പറയാൻ വിളിക്കപ്പെട്ടവർ കൂടിയാണ് നമ്മൾ. അതിനൊരു വചനം കർത്താവ് നമ്മളോട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനമാണ്. ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലും ഞാൻ ഏറ്റുപറയും. ഭൂമിയിൽ എന്നെ തള്ളിപ്പറയുന്നവനെ അവിടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ തള്ളിപ്പറയും. സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. യേശുവാണ് ഏക രക്ഷകൻ എന്ന് സധൈര്യം, നിർഭയം, നിർലജ്ജം പ്രഘോഷിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് എന്താ? സേഫ് സോണിലേക്ക് ആളുകളെ വിളിച്ച് നമ്മൾ കൊണ്ടുവന്ന് അവിടെ ഈ പറഞ്ഞ വചനം തന്നെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതറിയാത്ത മക്കളിലേക്ക്, സുവിശേഷ വിരോധികളിലേക്ക്, പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങി സധൈര്യം യേശുവാണ് ലോകത്തിൻ്റെ രക്ഷകൻ, നമ്മുടെ രക്ഷകനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗാവാസവും നാം ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.